പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം, മദ്രസ അധ്യാപകന് 30 വർഷം കഠിന തടവും 1,00,000 രൂപ പിഴയും. യുവ ഉസ്താദാണ്. ചിലപ്പോ നമ്മുടെ ബാലുവണ്ണൻ പറഞ്ഞതുപോലെ ഈ കാക്കായോട് ആ കുഞ്ഞിന്റെ ഹോർമോൺ വിളിച്ചു പറഞ്ഞു കാണും. പെണ്ണെ, നീ വെറും ഒരു ഇറച്ചി കഷ്ണമാണ് പെണ്ണെ, എന്റെ വികാരം ശമിപ്പിക്കാനുള്ളതെന്ന്. അതുകൊണ്ടാണ് മദ്രസ ഉസ്താദുമാരൊക്കെ കുട്ടികളെ പീഡിപ്പിക്കുന്നത് ഹോർമോണിന്റെ പ്രശ്നവും ഫാസ്റ്റ് ഫുഡിന്റെ പ്രശ്നവുമാണെന്നൊക്കെയാണ് ബാലുവണ്ണൻ പറഞ്ഞത്. ബാലുവണ്ണന്റെ അനിയനാണെന്ന് തോന്നുന്നു. അപ്പോ കാക്ക പറഞ്ഞത് അതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിച്ചതാണ്. പക്ഷെ ഇത് ഇന്ത്യയാണെന്ന് മറന്നുപോയി. ഈ രാജ്യത്ത് ശക്തമായ ഒരു നിയമ സംവിധാനമുണ്ട്. എന്തായാലും 30 വർഷം കുഴപ്പമില്ല. 30 വർഷം ഇതാന്ന് പറയുന്നതിന് മുമ്പ് പോകുന്നു. ഇപ്പൊ വർഷങ്ങൾ പോകാൻ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ. പിന്നെ 1,00,000 രൂപ അത് ഇഷ്ടംപോലെ ഉണ്ടാക്കിയിട്ടുണ്ടാകുമല്ലോ, കുഴപ്പമില്ല. ഇറാൻ യുദ്ധം, മരണസംഖ്യ കണ്ടോ? ഇറാനിൽ 1348 പേർ, ഇസ്രായേലിൽ 15 പേർ, അമേരിക്കയിൽ 7 പേർ, ഗൾഫ് രാജ്യങ്ങളിൽ 15 പേർ. എന്ത് കിട്ടി? ആരെന്ത് നേടി? കോഴിക്കോട് ലവ് ജിഹാദ്, ഹിന്ദു യുവതിയെ ചതിച്ച് ഗർഭിണിയാക്കിയ ഷാഹുൽ ഹമീദ് കസ്റ്റഡിയിൽ, ജാമ്യമില്ല, FIR ഇട്ടു. ആഹാ, ഹിക്ക. എന്നാലും നമുക്ക് ഡിങ്കോഡാൽഫി ചെയ്യണമെങ്കിൽ നമുക്ക് ഹിന്ദു പെൺകുട്ടികൾ തന്നെ വേണം, അവളുമാര് ചെന്ന് കയറി കൊടുക്കാനും. ബ്രേക്കിംഗ് ന്യൂസ്, ഹിസ്ബുള്ള മിസൈൽ യൂണിറ്റ് തലവൻ അബൂദർ മുഹമ്മദിയെ ഇസ്രായേൽ വധിച്ചു. ഉണ്ടായിരുന്നാലും കാക്ക നോമ്പ് പിടിച്ച് തന്നെ ഹൂറികളെ പ്രാപിച്ചല്ലോ. നോമ്പ് തുറക്കുന്ന സമയത്ത് അവിടെ എത്തിയാ മതിയായിരുന്നു. അബൂദർ കാക്ക ഇറാൻ പൗരനാണ്. എന്തായിരുന്നാലും കാക്ക ലക്ഷ്യസ്ഥാനത്ത് വളരെ പെട്ടെന്ന് തന്നെ എത്തി. അതുകൊണ്ട് ഇസ്രായേലിന് നന്ദി. എണ്ണയിൽ ഞെരുങ്ങി ബംഗ്ലാദേശ്, അധിക എണ്ണയ്ക്ക് ഇന്ത്യയോട് കെഞ്ചി. അവസാനത്തെ അടവ് ഇത് തന്നെയാ, തെണ്ടുക. 5000 മെട്രിക് ടൺ എണ്ണ അയൽ രാജ്യത്തേക്ക്. ഹിന്ദു വംശഹത്യയും ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് പിടിച്ചെടുത്ത് ഗ്രേറ്റർ ബംഗ്ലാദേശ് ഉണ്ടാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്ത ബംഗ്ലാദേശ് അവസാനം പതിവ് പരിപാടിയെടുത്തു, കെഞ്ചുക. അതായത് 7ഓളം സംസ്ഥാനങ്ങളെ പിടിച്ചെടുത്ത് ബംഗ്ലാദേശിനോട് ചേർക്കുമെന്നായിരുന്നു ബംഗ്ലാദേശ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഇസ്കോണിന്റെ ചിന്മയ് കൃഷ്ണദാസിനെയൊക്കെ പിടിച്ച് അകത്തിട്ടിട്ട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെയൊക്കെ ക്രൂരമായി വംശഹത്യ ചെയ്യുന്നതിന് വേണ്ടി കൊന്നൊടുക്കുകയും ബലാത്കാരം ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോൾ ഇന്ത്യ 1000 തവണ പറഞ്ഞു, ന്യൂനപക്ഷങ്ങളെ വെറുതെ ഉപദ്രവിക്കരുത്, അവരെ വെറുതെ വിട്ടേക്കുന്നു. കേട്ടില്ല. ഇന്നിപ്പോൾ എണ്ണയ്ക്ക് തെണ്ടുവാ. പെരുമാറ്റത്തിൽ അസ്വാഭാവികത ചോദിച്ചപ്പോൾ തുറന്നു പറഞ്ഞ് പെൺകുട്ടി. ആളില്ലാത്തപ്പോൾ വീട്ടിൽ കയറി 12കാരിയെ പീഡിപ്പിച്ചയാൾ അറസ്റ്റ്. ഇവനെയൊക്കെ എന്ത് ചെയ്യണമെന്നേ? ഇവന്റെയൊക്കെ വീട്ടിലെ പെണ്ണുങ്ങളുടെയും മക്കളുടെയും ഒക്കെ അവസ്ഥയെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അല്ല, ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾക്ക് ഭീഷണിയായി ദശലക്ഷക്കണക്കിന് പക്ഷികൾ എത്തുന്നു. വിമാനങ്ങൾ തകരാൻ സാധ്യത, പൈലറ്റുമാർക്ക് മുന്നറിയിപ്പ്. ഇതൊക്കെ കോഇൻസിഡൻഷ്യൽ ആണ് എന്നൊന്നും വിശ്വസിക്കാൻ ഇസ്രായേലും മണ്ടന്മാരല്ല. ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾക്ക് ഭീഷണിയാകുവാണ്. നമ്മളിൽ കാപ്പാൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ കണ്ടതുപോലെയൊക്കെ ആയിരിക്കും. പകരത്തിന് പകരമോ ഹോർമൂസ് കടലിടുക്ക്, അത് കടന്നെത്തിയ ആദ്യ കപ്പൽ മുംബൈ തീരത്തെത്തി. എണ്ണ ടാങ്കർ കപ്പലിൽ ഉള്ളത് സൗദി അറേബ്യയിൽ നിന്നുള്ള 1,35,335 മെട്രിക് ടൺ ക്രൂഡ് ഓയിൽ. ആദ്യ കപ്പൽ ഇന്ത്യൻ തീരം തൊട്ടു, സൗദിയിൽ നിന്നാണ്. അനാഥ പ്രേതം പോലെ വിമാനം, നെതന്യാഹു എവിടെ? ആശങ്കകൾ ഒഴിയുന്നില്ല. വിമാനം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ, പിന്നിൽ ഗൂഢതന്ത്രമോ? ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും കുടുംബവും സഞ്ചരിച്ച വിമാനം ബെർലിനിൽ ലാൻഡ് ചെയ്തതായിട്ടുള്ള വിവരങ്ങൾ പുറത്ത്. കുറെ ആയിട്ട് ഇവര് നെതന്യാഹു കൊല്ലപ്പെട്ടു എന്നിങ്ങനെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. മൊജ്തബ ഖൊമേനിക്കുള്ള മരണ വാറണ്ട് പുറത്തിറക്കി ട്രംപ്. ഇറാന്റെ പുതിയ സുപ്രീം ലീഡറാണ് മൊജ്തബ ഖൊമേനി. ചത്തു എന്ന് പറയപ്പെടുന്നുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിലാണ്, ചികിത്സയിലാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. എന്തായിരുന്നാലും വധിക്കാൻ ട്രംപിന്റെ ഉത്തരവ് വന്നിട്ടുണ്ട്. മൊസാദിന്റെ സഹായം തേടിയെന്ന് വാർത്ത. മൊജ്തബയെ അതീവ രഹസ്യ കേന്ദ്രത്തിൽ ഒളിപ്പിച്ചിരിക്കുകയാണ് ഇറാൻ. കടലിനടിയിലൂടെ ഡ്രോൺ അയച്ച് ഇറാൻ അമേരിക്കൻ എണ്ണക്കപ്പൽ കത്തിച്ചു. ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. ക്രൂഡ് ഓയിലുമായി നീങ്ങുകയായിരുന്ന അമേരിക്കൻ എണ്ണക്കപ്പൽ അണ്ടർ വാട്ടർ ഡ്രോൺ ഉപയോഗിച്ച് ഇറാൻ തകർത്തു. കപ്പൽ പൂർണ്ണമായി കത്തിയമർന്നു. ജീവനക്കാരനായിരുന്ന ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. അപ്പൊ ഇറാൻ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ.
ഇറാൻ അതിനൂതനമായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്, യുദ്ധ ഉപകരണങ്ങളുണ്ട്, കരയിലും വ്യോമമാർഗത്തും അതുപോലെ കടലിലും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരുപാട് നൂതനമായിട്ടുള്ള അത്യാധുനിക സംവിധാനങ്ങളുണ്ട് ഇറാന്റെ കയ്യിൽ. അതൊക്കെ എടുത്തു തുടങ്ങിയിരിക്കുന്നു. മുസ്ലിങ്ങൾ BJPക്ക് വോട്ട് ചെയ്താൽ അത് മതം മാറിയതിന് തുല്യം. ഞമ്മക്ക് ചെയ്താലോ ഉസ്താദെ? കുഴപ്പമില്ല അല്ലെ? നമ്മുടെ ചിഹ്നം പന്നിയാക്കേണ്ടി വരും. ഇസ്രായേലികളെ കൂട്ടത്തോടെ ഭീതിയിലാഴ്ത്തി മൊബൈൽ ഫോണുകളിലേക്ക് ഇറാന്റെ SMS സന്ദേശങ്ങൾ. എത്രയും വേഗം രാജ്യം വിടാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ചൊവ്വാഴ്ച വൈകുന്നേരം ആയിരക്കണക്കിന് ഇസ്രായേലികൾക്ക് ടെക്സ്റ്റ് സന്ദേശങ്ങൾ ലഭിച്ചതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാന് ഇങ്ങനെ ദൂരെ നിന്നിട്ട് ഇതൊക്കെ ചെയ്യാനേ പറ്റത്തുള്ളൂ കേട്ടോ. അതല്ലാതെ ഇസ്രായേലോ അമേരിക്കയോ അങ്ങോട്ടടിച്ചാൽ തിരിച്ച് അവരെ അടിക്കാൻ അറിയില്ല. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന് പറയുന്നത് പോലെ തിരിച്ച് പാവപ്പെട്ട അറബ് രാജ്യങ്ങളെ ഒക്കെ അങ്ങോട്ട് കൊടുക്കും. ഉത്തര കൊറിയയേക്കാൾ 50 മടങ്ങ് അപകടകാരിയാണ് ഇറാൻ. കിമ്മിന്റെ മിസൈൽ കിട്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. എങ്ങനെയുണ്ട്? ഉത്തര കൊറിയയ്ക്ക് മിസൈൽ കിട്ടിയാൽ ഉത്തര കൊറിയ ഒരു ക്ലോക്ക് സ്ഥാപിച്ചിട്ടില്ല. ലോകത്തുള്ള മുഴുവൻ ജൂതന്മാരെയും കൊന്നൊടുക്കുമെന്ന് പറഞ്ഞിട്ട് 2040 പിന്നോട്ടോടുന്ന ഒരു ക്ലോക്ക് ഒന്നും സ്ഥാപിച്ചിട്ടില്ല. അവരാരും പറഞ്ഞിട്ടില്ല ബഹുദൈവ വിശ്വാസികളെ കൊന്നൊടുക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇറാനോ, ഇറാന്റെ കയ്യിൽ ആയുധം കിട്ടിയാൽ ഇറാൻ ആ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ: ഇസ്രായേലിനെ തകർക്കുക, അമേരിക്കയെ തകർക്കുക. ദാ അഫ്ഗാനിസ്ഥാൻ പ്രൈം മിനിസ്റ്ററുടെ സൈറ്റിലാണ് വന്നിരിക്കുന്നത്. സോഴ്സസ് ഇൻഡിക്കേറ്റ് ദാറ്റ് നെതന്യാഹു ഡൈഡ്. എങ്ങനെയുണ്ട്? നെതന്യാഹു ഡെഡ് ആയിരിക്കുന്നു. ഇറാനിയൻ എയർ സ്ട്രൈക്കിലാണ് നെതന്യാഹു മരിച്ചത്, കൊല്ലപ്പെട്ടത് എന്നാണ് ഇവർ പറയുന്നത്. ഇത് നെതന്യാഹുവിന്റെ ബ്രദറാണ്, അദ്ദേഹവും മരിച്ചു എന്നാണ് പറയുന്നത് ആ അപകടത്തിൽ. കണ്ടല്ലോ, അവർക്കാണ് നെതന്യാഹു മരിച്ചു എന്ന് പറയാൻ വലിയ താല്പര്യം. ഇതൊക്കെയാണ് അവരിട്ടിരിക്കുന്ന ചിത്രങ്ങൾ. ഇത് ശരിയായ ന്യൂസ് അല്ല എന്ന് ഇസ്രായേൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ ഇന്റലിജൻസുമായി സെൻസിറ്റീവ് ഡേറ്റ പങ്കുവച്ചതിന് ഇന്ത്യൻ പൗരനെ ബഹ്റൈൻ അറസ്റ്റ് ചെയ്തു. ഏതൊരു രാജ്യത്ത് പോയാലും ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് മര്യാദയ്ക്ക് ജീവിച്ചിട്ടില്ലെങ്കിൽ ഇത് തന്നെ ആയിരിക്കും ഫലം. ലവ് ജിഹാദ് പ്രോത്സാഹിപ്പിച്ച ഉത്തരേന്ത്യയുടെ സിറിയയാക്കി കേരളത്തെ മാറ്റിയതിന്റെ പൂർണ്ണമായ ക്രെഡിറ്റ് CPM ഒറ്റക്കെടുക്കുമോ? ഈ പെങ്കൊച്ചിന് വേറെ ആരും കെട്ടിച്ചു കൊടുക്കാത്തത് കൊണ്ട് ഉത്തരേന്ത്യയിൽ നിന്ന് കാമുകൻ കേരളത്തിലെത്തുന്നു. പ്രായപൂർത്തിയായില്ല എന്ന് മാതാവ് പറയുന്നു. 16 വയസ്സേ ആയിട്ടുള്ളെന്ന് പെങ്കൊച്ചു പറയുന്നു. എനിക്ക് 18 ആയെന്ന്. ശരി, എങ്ങനെയായിരുന്നാലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് രജിസ്റ്റർ മാരേജിന്റെ സർട്ടിഫിക്കറ്റ് വരെ കിട്ടത്തക്ക രൂപത്തിൽ കേരളം എത്ര സുന്ദരം. രാജ്യസുരക്ഷാ വിവരങ്ങൾ പാക് ചാര സംഘടനയ്ക്ക് ചോർത്തി കൊച്ചിയിൽ നാവികസേന ഉദ്യോഗസ്ഥന് അറസ്റ്റിലായി. ഇതിനൊക്കെ എന്തിന്റെ കുറവാടേ? മഹാരാഷ്ട്രയിൽ മുസ്ലിങ്ങൾക്കായി കോൺഗ്രസ് സർക്കാർ അനുവദിച്ച 5% പ്രത്യേക സംവരണം BJP സർക്കാർ പൂർണ്ണമായി റദ്ദാക്കി. പ്രത്യേകിച്ച് ഒരു മതവിഭാഗത്തിന് മാത്രമായിട്ട് എന്തിനാണ്? കോൺഗ്രസിന്റെ മുസ്ലിം പ്രീണനം ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ലല്ലോ. കാക്കാടെ ഹീമാൻ കണ്ടോ? റമലാനിലെ ഹീമാനാണ്. കൊച്ചിനെ പീഡിപ്പിച്ചിട്ടേ 30 വർഷം അറസ്റ്റും 1 ലക്ഷം രൂപ പിഴയും കിട്ടിയിട്ടുണ്ട്. കൊച്ചിനെ കണ്ടപ്പോൾ കാക്ക പറഞ്ഞാൽ കാക്കാടെ ലിംഗം കേൾക്കത്തില്ലായിരുന്നു. ഇത് ഇന്ന് രാവിലെ വന്നൊരു കമന്റ് ആണ്. ഫൈസൽ മൂളാടൻ, നിന്നെ ഇപ്പോൾ എവിടെ വന്നാൽ കാണാൻ പറ്റും, പറയാൻ ധൈര്യമുണ്ടോ? ഉടനെ ഞാൻ കമന്റ് ബോക്സിൽ വന്നിട്ട് നമ്പരൊക്കെ ഇട്ട് കൊടുത്തു. പിന്നീട് കാക്ക എന്നെ വിളിച്ചു. 10-20 മിനിറ്റ് സംസാരിച്ചിട്ടുണ്ട്. ആ ഓഡിയോ ഞാൻ ഉടനെ തന്നെ പുറത്തു വിടാം. സാത്വിക മോൾ, ഈ റമദാൻ മാസത്തിലെ ഭൂരിഭാഗം നോമ്പും എടുത്ത് സഹപാഠികളുടെ ഐക്യദാർഢ്യം ചെയ്ത മോൾ. ഇതൊക്കെയാണ് റിയൽ കേരള സ്റ്റോറി. എന്ത് കാക്ക? എന്താണ് അഹമ്മദ് ദേവർകോവിൽ? എന്താണ് കേരളത്തിന്റെ സ്റ്റോറി? കൊച്ചു പിള്ളേർ പട്ടിണിക്ക് കിടന്നിട്ട് അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. എന്തുവാടേ ഇതൊക്കെ? പട്ടിണിക്കിരുന്നാൽ പ്രസാദിക്കുന്ന ഒരു പടച്ചോനെ, കാഫിറുകളുടെ നോമ്പ് ആരാടേ സ്വീകരിക്കുന്നത്? എന്തുവാ ഇതൊക്കെ?